അപ്പോൾ നമ്മൾ ഹെഡറും ഫൂട്ടറും ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പേജ് ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് ചെയ്യാൻ പോണത്. അതിൽ ഈ ഒരു സർവീസസ്, പിന്നെ ഈ ഒരു ടെസ്റ്റിമോണിയലും, പിന്നെ ഈ ഒരു കോണ്ടാക്റ്റസും, അത് മൂന്നും നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രം പെട്ടെന്നൊന്ന് ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോളത്തിൻ്റെ ഒരു കാര്യങ്ങൾ പറയണ്ടല്ലോ, മനസ്സിലാവില്ല നിങ്ങൾക്ക് ചെയ്യുന്ന ടൈമിൽ. ഈ ഒരു സെക്ഷനും കൂടെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് കണ്ടോ, ഇതൊരു ബോക്സാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം. ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഈ ഒരു കണ്ടെയ്നറിന് കൊടുത്തതിന് ശേഷം അതിൽ അതിൽ ഈ ഒരു ടെക്സ്റ്റ്, പിന്നൊരു പാരഗ്രാഫ്, പിന്നൊരു ബട്ടൺ, ഇങ്ങനൊരു 3 വിഡ്ജറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു 3 വിഡ്ജറ്റ് അതിൽ കൊടുക്കുക. എന്നിട്ട് അത് വെർട്ടിക്കലി സെൻറ്ററാക്കുക. ഓക്കെ, സിമ്പിളാണ്. അങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹോം പേജ്. അത് ജസ്റ്റ് എഡിറ്റ് വിത്ത് എലമെൻ്റ് കൊടുത്താൽ മതി. ഡാഷ്ബോർഡിൽ പേജസിൽ പോവുക. അതിൽ ഹോം കണ്ടോ, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഹോം പേജ് എടുക്കുക. നമ്മൾ ഈ ഫൂട്ടർ ക്ലോസ് ചെയ്യണം കേട്ടോ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതല്ലേ. എന്നിട്ട് ഇതിൽ നമ്മൾ എഡിറ്റ് വിത്ത് എലമെൻ്റ് കൊടുക്കുക, പേജ്. ഓക്കെ, എഡിറ്റ് വിത്ത് എലമെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എലമെൻ്റിൻ്റെ എഡിറ്ററിലേക്ക് പോകും. അതിൽ ഓൾറെഡി ഹെഡറും ഫൂട്ടറും ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ മുമ്പ് ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിം ഇവിടുന്ന് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഇതുണ്ടല്ലോ ഫ്രെയിം, അത് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഹൈഡ് ചെയ്യാനും എനേബിൾ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം, എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. ഞാനിപ്പോൾ JPG ആക്കിയിട്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ ലെയർ ക്ലിക്ക് ആയില്ലെങ്കിൽ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് എക്സ്പോർട്ട് ഇമേജ് കൊടുക്കാം. ഞാനിതിനൊരു ഹീറോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു കണ്ടെയ്നർ ഡ്രാഗ് ചെയ്തിടുക. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു കണ്ടെയ്നറിൽ. പിന്നെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പാടില്ല, കാരണം ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ നമ്മൾ ഫസ്റ്റ് ഇടുന്ന ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ ഫുള്ള് സ്ക്രീന് ഫുള്ളായിട്ട് നിൽക്കും. ഇതിന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിന് കൊടുത്തു നോക്കുക, കണ്ടോ, സ്ക്രീന് ഫുള്ളായിട്ട് നിൽക്കും. നമുക്ക് ഈ ഒരു കണ്ടെയ്നർ അകത്ത് മാത്രം പോരെ ബാക്ക്ഗ്രൗണ്ട്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടെയ്നറും കൂടെ പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിന് ഞാൻ കുറച്ച് മാർജിൻ ടോപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വേണമല്ലോ. അപ്പോൾ ഒരു 30 പിക്സൽ ടോപ്പിലേക്കൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കണ്ടെയ്നറും കൂടെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഡെയിലിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, ടൈപ്പ് നമുക്ക് ഗ്രേഡിയൻറ്റോ വീഡിയോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു കണ്ടെയ്നറിൻ്റെ നമുക്കിപ്പോൾ ക്ലാസിക്കായിട്ടൊരു ഇമേജാണ് കൊടുക്കാനുള്ളത്. ഇമേജ് കൊടുക്കുക, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, നമുക്ക് അവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത ഇമേജ് ഒന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ പൊസിഷന്, അറ്റാച്ച്മെൻറ്റ്, റിപ്പീറ്റ്, പിന്നെ ഡിസ്പ്ലേ സൈസ് എപ്പോഴും കവർ കൊടുക്കുക, നമ്മൾ അതിൻ്റെ ഒരു വിഡ്ത്തിനനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റിപ്പീറ്റ്, നോ റിപ്പീറ്റ് കൊടുക്കുക.
അറ്റാച്ച്മെൻറ്റ് ഡീഫോൾട്ട് തന്നെ കൊടുക്കാം, പിന്നെ പൊസിഷൻ സെൻറ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുന്ന് എടുത്ത ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇത് ഈ ഒരു ആംഗിളിൽ തന്നെ കിട്ടും നമുക്ക് അവിടെ കണ്ടൻറ്റ് വരുന്നതിനനുസരിച്ച്. പിന്നെ ഇതിനൊരു ബോർഡർ റേഡിയസ് ഉണ്ട്. ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ എത്രയാണ് ബോർഡർ റേഡിയസ് കൊടുത്തതെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഫ്രെയിമിനാണെന്ന് തോന്നുന്നു ബോർഡർ റേഡിയസ് കൊടുത്തത് 21 പിക്സലാണ് ബോർഡർ റേഡിയസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊരു 20 പിക്സൽ കൊടുക്കാം. ഓക്കെ, 20 പിക്സൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഹൈഡ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ. ഒരു ടൈറ്റിലാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ ഇത്ര വിഡ്ത്തല്ലേ വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയൊരു കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ അത് ഫുൾ വിഡ്ത്തായിട്ട് നിൽക്കില്ല. അപ്പോൾ ഈ ടൈറ്റിൽ 3 ലൈനായിട്ട് വേണ്ട, 3 അല്ല, ഒരു പകുതി, സ്ക്രീനിൻ്റെ പകുതിയാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ 2 കോളംസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഹെഡർ ചെയ്ത പോലെ ഈ ഒരു കണ്ടെയ്നർ ഫ്ലെക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ 2 കോളം ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കോളം എംപ്റ്റി ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോളത്തിൽ മാത്രം കണ്ടൻറ്റ് കൊടുക്കുക. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇവിടെ വരുന്നത്. കണ്ടോ, ഇതൊരു പകുതിയല്ലേ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഡയറക്ഷന് ഹൊറിസോണ്ടൽ കൊടുക്കുക. പിന്നെ അലൈൻ ഐറ്റം സെൻറ്റർ കൊടുക്കുക, വെർട്ടിക്കലി സെൻറ്റർ ആവണം. പിന്നെ അത്രയും കാര്യങ്ങൾ മതി. നമുക്ക് കോളംസ് ക്രിയേറ്റ് ചെയ്യാനാണല്ലോ. ഒരു കണ്ടെയ്നർ അതിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. കണ്ടോ, ഇപ്പോൾ 2 പോർഷനായി ഈ ഒരു കണ്ടെയ്നർ. അതിൽ ഇവിടെ മാത്രം നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് കുറച്ചും കൂടെ കുറക്കണം എന്നുണ്ടെങ്കിൽ ഒരു 40%, ഇതിനൊരു 60% കൊടുത്താൽ ഒന്നും കൂടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മളെ കണ്ടൻറ്റ് വരുള്ളൂ. ഓക്കെ, പിന്നെ ഇതിന് വേണമെങ്കിൽ കുറച്ച് ഹൈറ്റും കൊടുക്കാം കേട്ടോ. ഒരു ഫിക്സ്ഡ് ഹൈറ്റ് കൊടുക്കുക വേണമെങ്കിൽ ഈ ഒരു ഹൈറ്റ് തന്നെ കറക്റ്റ് അവിടെ കൊടുക്കുക. നമുക്ക് ഇതിന് 736 ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് മിനിമം ഹൈറ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്ത കണ്ടെയ്നർ ഉണ്ടല്ലോ, അതിനൊരു മിനിമം ഹൈറ്റ് ഒരു 700 പിക്സൽ. നമ്മളെ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു 700ൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരു 600 പിക്സൽ വിഷ്വലി കറക്റ്റ് ആയാൽ മതി ഈ ഒരു ഡിസൈന്. ഓക്കെ, ഞാനൊരു 600 പിക്സൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈറ്റിൽ അതിനൊരു ഹെഡിങ്ങിൻ്റെ വിഡ്ജറ്റ് കൊടുത്തിട്ട് ആ കണ്ടൻറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്റ്റൈൽ കൊടുക്കാം. 64 പിക്സലാണ് അതിൻ്റെ ഫോണ്ട് സൈസ് വരുന്നത്. കളർ വൈറ്റാണ്. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ പേര് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്യാം. ഇതാണ് ഫോണ്ട് വരുന്നത്. പിന്നെ ഫോണ്ട് സൈസ് 64 പിക്സൽ കൊടുക്കുക. പിന്നെ കളർ വൈറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അതിപ്പോൾ 4 ലൈനായി. അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് ഇതിന് കൊടുക്കാൻ തോന്നണം. ഇത് ഞാനൊന്ന് നമ്മളെ കണ്ടെയ്നറിൻ്റെ വിഡ്ത്തുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് ഈ ഒരു കണ്ടെയ്നർ. ഓക്കെ, സ്മാർട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു എനർജി വരുന്നത്. അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു സ്മാർട്ടിന് ഇവിടെ ഒരു BR ഇട്ട് കൊടുത്താൽ, BR ടാഗ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്, ഇതുണ്ടോ, ഇതിട്ട് കൊടുത്താൽ ബാക്കി ഇത് കഴിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ലൈനിൽ വരും. ഇത് HTML ബേസിക് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ BR ഈ ബെറ്റർ കഴിഞ്ഞിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഓൾറെഡി അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് ലൈന് വരുന്നത്. അപ്പോൾ BR നമുക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പാരഗ്രാഫ് നമ്മൾ ഫൂട്ടറിൽ ചെയ്ത പോലെ ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് എടുക്കുക, അത് പേസ്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ സ്റ്റൈല് നോക്കുക, കളറിൻ്റെ
കോഡ് ഇതാണ് വരുന്നത്. പിന്നെ ഫോണ്ട് ഫാമിലി ഇതാണ്. ഫോണ്ട് സൈസ് 20 പിക്സലാണ്. ഫോണ്ട് സൈസ് 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു ബട്ടണാണ് വരുന്നത്. ബട്ടൺ നമ്മൾ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു വിഡ്ജറ്റ് ഉണ്ട് കേട്ടോ. ബട്ടൺ സെലക്ട് ചെയ്താൽ ഡീഫോൾട്ടായിട്ടൊരു ബട്ടൻ്റെ വിഡ്ജറ്റാണ്. പിന്നെ ഈ ബട്ടൻ്റെ ടെക്സ്റ്റ് കൊടുക്കുക, ഡിസ്കവർ മോർ എന്നുള്ളതാണ്. കണ്ടോ, ബട്ടൺ ഓരോ വിഡ്ജറ്റിനും ഞാൻ പറഞ്ഞ പോലെ ഓരോ സെറ്റിങ്സ് ആവും നമുക്ക് സ്റ്റൈൽ മാറ്റാൻ. അപ്പോൾ ഈ ഒരു 3 ടാബ് വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ട് 3 ടാബ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് സ്റ്റൈൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡീഫോൾട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ ഡിസ്കവർ മോർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കളർ, ഈ ഒരു ബ്ലൂ കളർ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ അത്രയും കാര്യങ്ങളുള്ളൂ. ജസ്റ്റ് സ്റ്റൈൽ എടുക്കുക, കളർ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈല്, ഫോണ്ട് ഈ സെയിം ഫോണ്ടാണ് വരുന്നത്. ഫോണ്ട് വെയ്റ്റ് ബോൾഡ് 16 പിക്സലാണ് ഫോണ്ട് സൈസ് വരുന്നത്. 16 പിക്സൽ ബോൾഡ് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണല്ലോ, ടെക്സ്റ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റലൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൈന് വന്നിട്ടുണ്ടല്ലോ, അത് ഈ ഒരു തീമിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ടാവും. എ ടാഗ് ആയിട്ടാണ് ഇത് ഔട്ട്പുട്ട് വരിക. അപ്പോൾ എ ടാഗിന് ഒരു അണ്ടർലൈൻ ഡീഫോൾട്ടായിട്ട് ചില തീമിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് പോയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു ബോർഡർ റേഡിയസ്, ഇതിനൊരു ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്. ഒരു 16 പിക്സൽ ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൊടുക്കാം. പിന്നെ കുറച്ച് പാഡിങ് ടോപ്പും ബോട്ടും കുറച്ച് വിഷ്വലി നോക്കിയാൽ മതി. അതൊന്നും കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോപ്പും ബോട്ടും കുറച്ചും കൂടെ പാഡിങ് ഉണ്ട് തോന്നുന്നു ഇവിടെ. അപ്പോൾ ജസ്റ്റ് പാഡിങ് ലെഫ്റ്റ് ഞാനൊരു 20 പിക്സൽ, റൈറ്റ് ടോപ്പ് ഒരു 25 കൊടുക്കുന്നുണ്ട്. ഓ, കുറച്ച് ഓവറായില്ലേ. ഓക്കെ, ടോപ്പും ബോട്ടും ഞാൻ കുറച്ച് കുറക്കുന്നുണ്ട് വിഷ്വലി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഡിസൈന്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത് കൊടുക്കാൻ ഈ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്ത അതിന് പാഡിങ് ലെഫ്റ്റ് ഒരു കുറച്ച് കൊടുത്താൽ മതി. ഒരു 30% അല്ല 30 പിക്സൽ കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഏകദേശം അതും റെഡിയായി. നമുക്ക് ഇവിടെ റീഫ്രഷ് ചെയ്തതിന് ശേഷം പേജ് ഒന്ന് എടുത്ത് നോക്കട്ടോ നമ്മൾ ചെയ്തത് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഏകദേശം ആ ഡിസൈന് പോലെ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട് തോന്നുന്നു. താഴെ കണ്ടോ, താഴെ പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഓരോ സെക്ഷൻ തമ്മിലുള്ള സ്പേസും അതെപ്പോഴും യുണീക്ക് ആവണം കേട്ടോ. ഒരേ സ്പേസ് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 100 പിക്സലാണ് ഓരോ സെക്ഷന് തമ്മിൽ ഞാൻ കൊടുക്കാറ്. അപ്പോൾ പാഡിങ് ബോട്ടം ഞാനൊരു 100 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീറോ സെക്ഷന് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റിനെയിം ചെയ്യട്ടോ ഓരോ കണ്ടെയ്നറും. ഞാനിപ്പോൾ ഇവിടെ ഹീറോ എന്ന് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പേര്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ എബൌട്ട് സെക്ഷനാണ് നെക്സ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണമെങ്കിൽ എബൌട്ട് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റിനെയിം ചെയ്യാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എബൌട്ട് സെക്ഷൻ ചെയ്യാം. എബൌട്ട് സെക്ഷൻ സിമ്പിളാണ്. നമ്മളിതുവരെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഒരു 2 കോളം ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു 2 കുറച്ച് വിഡ്ജറ്റ് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടെയ്നർ പിന്നെ നമുക്ക് ഡയറക്ഷൻ വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് വിഡ്ജറ്റ്
സോറി, ഈ ലേഔട്ട് പ്രീസെറ്റ് ചെയ്ത ലേഔട്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് അങ്ങനെ സ്ക്രാച്ചിൽ നിന്ന് ഡയറക്ഷൻ മാറ്റി ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ മനസ്സിലാവാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ നമുക്കൊരു 2 കോളംസ് ഉള്ളൊരു റോ കിട്ടണം. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ചെയ്യാം. ഇത് വെച്ചിട്ട് ഓക്കെ, ഇപ്പോൾ 2 കോളം വെച്ചിട്ട് ഒരു റോ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേണ്ടത് ഒരു സബ് ടൈറ്റിൽ, പാരഗ്രാഫ്, പിന്നെ ബട്ടണാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ നമുക്കൊരു ഇമേജാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഇമേജ് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ഞാൻ PNG, ഈ ഒരു കർവ് കിട്ടാൻ വേണ്ടിയിട്ട് PNG ആക്കിയിട്ട് തന്നെ കൊടുക്കേണ്ടത്. അതിന് അബൌട്ട് അസ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആഡ് എലമെൻറ്റ് കൊടുക്കുക. ഇമേജ് ഇവിടെ ഡ്രാഗ് ചെയ്തിടുക. അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഇമേജ് നമ്മൾ പ്ലേസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു സർക്കിൾ വരുന്നുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. CSS യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ല സ്റ്റാറ്റിക്കായിട്ട് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എലമെൻ്ററിൽ ചെയ്യണതുകൊണ്ട് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ബോക്സ് ആക്കി കൂട്ടാം, ഇതൊരു കണ്ടെയ്നറാക്കി കൂട്ടാം. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കണ്ടെയ്നറിന് നമ്മൾ റോ ഡയറക്ഷന് ഹൊറിസോണ്ടൽ കൊടുത്താൽ ഇതൊരു ഇമേജ് ആക്കിയിട്ട് ഇട്ടുകൂടാം. നമുക്ക് ഈ ഒരു സർക്കിൾ ഇതൊരു ഇമേജ് ആക്കിയിട്ടും ഇതൊരു ടെക്സ്റ്റ് ആക്കിയിട്ട് ഇട്ടാൽ അത് ഹൊറിസോണ്ടലായിട്ട് നിൽക്കില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു കണ്ടെയ്നറും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഞാനൊരു കണ്ടെയ്നറും കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഡയറക്ഷന് ഹൊറിസോണ്ടലി കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഇമേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരു ഇമേജ് ആക്കിയിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. PNG SVG എന്ത് വേണമെങ്കിലും കൊടുക്കാം. PNG അല്ലെങ്കിൽ നമുക്കത് PNG ആക്കിയിട്ട് തന്നെ കൊടുക്കാം. ഞാനൊരു എലിപ്സ് എബൌട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. കണ്ടോ, ആ ഒരു ഇമേജ് അപ്ലോഡായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഹെഡിങ്ങും കൂടെ കൊടുക്കുക. ഇതിപ്പോൾ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലായിട്ടില്ല, അതിൻ്റെ പുറത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നു. ഈ അബൌട്ട് അസ് ടെക്സ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിനിവിടെ സ്റ്റൈൽ കൊടുത്താൽ മതി. അബൌട്ട് അസ് ഫോണ്ട് സൈസ്, ഫോണ്ടിൻ്റെ പേര് നമ്മൾ ഈ ഒരു ഫോണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഫോണ്ട് സൈസ് 24 പിക്സലാണ്. പിന്നെ കളർ ഇവിടെ ഒരു പ്രീസെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അതിവിടെ കസ്റ്റം കൊടുത്താൽ അതിൻ്റെ എക്സാ കോഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഫോണ്ട് സൈസ് 24 ആയിരുന്നില്ലേ, 24 പിക്സൽസ് ആണ്. പിന്നെ കളറ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വേണമല്ലോ ലെഫ്റ്റിലേക്ക്, അപ്പോൾ അതിന് കുറച്ച് മാർജിൻ ലെഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മാർജിൻ ലെഫ്റ്റ് ഒരു 10 പിക്സൽ കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ 2 കാര്യങ്ങൾ ചെയ്തു. ഇത് പല മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഡോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് CSSൽ ചെയ്യാം. നമ്മളിപ്പോൾ എലമെൻ്ററിലായതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എലമെൻ്ററിൽ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ എലമെൻ്റർ തന്നെ യൂസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു ഏകദേശം ഈ ഒരു സെയിം ഫോണ്ട് സൈസ് കുറച്ച് കൂടുതലുള്ളൂ, ബാക്കിയുള്ള സ്റ്റൈലൊക്കെ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വിഡ്ജറ്റ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഈ ഒരു കണ്ടെയ്നറിൻ്റെ പുറത്തേക്ക് ഇടാം. ഈ ഒരു കണ്ടെയ്നറിൻ്റെ പുറത്തേക്ക് ഇട്ടു ഞാനത്. ആ ഒരു കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്യാം.
പിന്നെ അതിൻ്റെ മാർജിൻ ലെഫ്റ്റ് ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണ്ട് സൈസ് 55 പിക്സലാണ് വരുന്നത്. ഫോണ്ട് വെയിറ്റ് മീഡിയം, ലൈൻ ഹൈറ്റ് 73 പിക്സൽ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊടുക്കാം. ഫോണ്ട് സൈസ് 55 പിക്സൽ, ഫോണ്ട് വെയിറ്റ് മീഡിയം, പിന്നെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം ഞാൻ ക്യാപിറ്റലൈസ് കൊടുക്കുന്നുണ്ട്, ക്യാപിറ്റൽ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈൻ ഹൈറ്റ് 73 പിക്സലായിരുന്നില്ലേ, 73 പിക്സൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ ഇത് ഒരു 4 ലൈനായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് കുറവാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ലൈനിലാണ് ഇത് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. 55 ഉള്ളതൊരു 45 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് 2 ലൈനായല്ലോ. പിന്നെ 73 ഉള്ളത് ഞാനൊരു 53 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിഷ്വലി കറക്റ്റ് ആയാൽ മതി. കാരണം ഇവിടെ കണ്ടെയ്നർ കുറച്ച് വിഡ്ത്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു 55 കൊടുത്തിട്ടും 2 ലൈനിൽ നിൽക്കുന്നത്. നമ്മളെ കണ്ടെയ്നർ 1100 പിക്സൽ മാത്രമാണല്ലോ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു കണ്ടൻറ്റ് കോപ്പി എടുക്കുക, പിന്നെ ടെക്സ്റ്റ് എഡിറ്റർ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ആ ഒരു കണ്ടെയ്നർ ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കളർ എടുക്കാൻ കസ്റ്റം കൊടുക്കുക. ഫോണ്ട് ഫാമിലി സെയിം ആണ് വരുന്നത്. ഫോണ്ട് സൈസ് 24 പിക്സൽസ്. അതൊക്കെ സെയിം. നമുക്കൊരു ഡിസൈൻ കിട്ടിയാൽ സെയിം ആ ഡിസൈനിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി. 24 കൊടുക്കുമ്പോൾ വിഷ്വലി കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു 20 കൊടുക്കുന്നുണ്ട്, നമ്മളെ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് കുറഞ്ഞതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഒരു നോ മോർ ബട്ടണാണ്. ആ ബട്ടണിൻ്റെ സ്റ്റൈല് കണ്ടോ, ബട്ടണിൻ്റെ സ്റ്റൈല് ഈ സെയിം ബട്ടണാണ്. അപ്പോൾ സെയിം ബട്ടൺ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റ് മാറ്റിയിട്ട് നോ മോർ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതിപ്പോൾ ടോപ്പിൽ വെർട്ടിക്കലി അലൈന് സെൻറ്ററല്ല, ഈ ഒരു ഇമേജിനോട് സെൻറ്റർ ആവണമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൊടുത്തിട്ടുള്ളൊരു റോ ഉണ്ടല്ലോ, ഈ ഒരു റോ ഉണ്ടല്ലോ, അതിൻ്റെ അലൈൻ ഐറ്റം വെർട്ടിക്കലി സെൻറ്റർ കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ മെയിൻ റോ ഉണ്ടല്ലോ, അതിന് അലൈൻ ഐറ്റം സെൻറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെർട്ടിക്കലി സെൻറ്റർ ആവും, ഈ ഒരു ഇമേജിനോട് സെൻറ്ററായി നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അബൌട്ട് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് ഒരു 2 സെക്ഷനും കൂടി, അതും കൂടെ നമുക്ക് 3 സെക്ഷൻ ഉണ്ട് തോന്നുന്നു. ഈ ഒരു കൗണ്ടർ നമ്പറും പിന്നെ ഈ ഒരു സെക്ഷനും പിന്നെ ഈ ഒരു സെക്ഷനും, ഈ ഒരു 3 സെക്ഷനും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കൗണ്ടർ നമ്പർ വരുന്നത് ഇത് കണ്ടോ, ഒരു മെയിൻ റോ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു 4 കോളം ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള കണ്ടൻറ്റൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. നമുക്ക് കണ്ടോ, ഈ 4 റോ ഉള്ളത്, 4 കോളം ഉള്ളത് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് ലേഔട്ട്. അപ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, റോക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ ഉണ്ട് 4 കോളമുള്ളൊരു ലേഔട്ട്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോളം തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഞാനൊരു 100 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു മെയിൻ റോ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു 4 കോളം നിൽക്കുന്ന ഈ ഒരു മെയിൻ റോ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ എല്ലാത്തിനും. അപ്പോൾ അതിന് കുറച്ച് ഗ്യാപ്പ് കൊടുക്കാം. ഞാനൊരു 30 പിക്സൽ കൊടുക്കുന്നുണ്ട് കോളം ഗ്യാപ്പ്. അപ്പോൾ ഈ ഒരു കോളം തമ്മിൽ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പോൾ
ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഒരു 20 പിക്സൽ കൊടുത്താൽ മതി ഡിസൈൻ നോക്കിയിട്ട്. അപ്പോൾ ഞാനൊരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ ഐക്കണും പിന്നെ ഒരു കൗണ്ടർ നമ്പറും പിന്നെ ഒരു ടെക്സ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു കോളം ഡിസൈൻ ചെയ്യാം. ഒരു കോളം ഈ ബോർഡറൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഡിസൈൻ ചെയ്യാം. അതിൻ്റെ മുമ്പ് ഈ ഐക്കൺസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനുണ്ട്. ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യട്ടോ. ഓരോ ഐക്കണും സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് മൾട്ടിപ്പിൾ എലമെൻസും എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. എക്സ്പോർട്ട് കൊടുക്കാം, നമുക്ക് PNG ആക്കിയിട്ട് തന്നെ കൊടുക്കാം. ഈ ഐക്കൺസൊക്കെ ഈ ഒരു ഇമേജ് ആക്കിയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ PNG സെലക്ട് ചെയ്യാം, എക്സ്പോർട്ട് 4 ലെയേഴ്സ് കൊടുക്കാം, ഡൗൺലോഡ്സിൽ തന്നെ സേവ് ചെയ്യാം. അപ്പോൾ ഒരു ഫോൾഡർ ആക്കിയിട്ട് ഈ 4 ഐക്കണും സേവ് ആയി കിട്ടും. കണ്ടോ, 4 ഐക്കണും സേവ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പേരൊന്നും മാറ്റണില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരു ഞാൻ 4 സെലക്ട് ചെയ്യണുണ്ട് കേട്ടോ. 4 അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഒരു പ്രൊഫൈൽ ഐക്കണാണ്, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെ ഒരു കൗണ്ടർ നമ്പറാണ് വരുന്നത്. കൗണ്ടർ നമ്പറിന് വേറൊരു വിഡ്ജറ്റ് ഉണ്ട് കേട്ടോ. അതും ഒരുവിധം എല്ലാ വെബ്സൈറ്റിലേക്കും നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇവിടെ ആഡ് എലിമെൻ്റ് കൊടുക്കാം. കൗണ്ടർന്ന് സെർച്ച് ചെയ്താൽ കണ്ടോ, കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് വേർഡ് പ്രസ്സിൻ്റെ ഡീഫോൾട്ട് എലമെൻ്ററിൻ്റെ ഡീഫോൾട്ട് ഒരു വിഡ്ജറ്റ് ഉണ്ട്, അത് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, അതിൻ്റെ കൂടെ ആ ടെക്സ്റ്റും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്റ്റും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ 445K+ എന്നല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടെക്സ്റ്റ് കണ്ടോ, നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എവിടുന്ന് എൻഡ് ചെയ്യണം എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ 445 വരുന്നത്. പിന്നെ പ്രീഫിക്സ് സഫിക്സ് എന്ന് പറഞ്ഞിട്ട് 2 കാര്യങ്ങളുണ്ട്. ഈ പ്രീഫിക്സ് പറയുന്നത് ഈ ഒരു നമ്പറിൻ്റെ മുമ്പ് എന്താ വരേണ്ടത്. ഇപ്പോൾ ആ K എന്നുള്ളത് നമുക്ക് മുമ്പ് കൊടുക്കണമെങ്കിൽ ഫ്രണ്ടിൽ കൊടുക്കാം, അല്ലാതെ കഴിഞ്ഞിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ സഫിക്സിൽ കൊടുത്താൽ ഒരു പ്ലസ്സും കൂടെ വേണം. പ്ലസ്സും കൂടെ കൊടുത്താൽ അതവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമേജിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ കളറിൻ്റെ കോഡ് ഇതാണ് വരുന്നത്, ഈ ഒരു ടൈറ്റിലിൻ്റെ. പിന്നെ അതുകൊണ്ട് ലൈബ്രറിയൊക്കെ സേവ് ചെയ്താന്നുണ്ടോ ഈ ഒരു. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ഇതൊന്ന് ഈ ഐക്കണൊന്ന് സ്റ്റൈലൊന്ന് ഡിറ്റാച്ച് ചെയ്താൽ അതിൻ്റെ കസ്റ്റമായിട്ടുള്ള സ്റ്റൈൽ കിട്ടും. സോറി, നമ്മൾ കളർ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുണ്ട് തോന്നുന്നു, അതാദ്യം ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കൗണ്ടർ നമ്പറിൻ്റെ സ്റ്റൈലിലേക്ക് പോവുക, നമ്പർ ക്ലിക്ക് ചെയ്യുക. ഓരോന്നിനും ഓരോ പോലെ ആവട്ടെ. ഈ സ്റ്റൈലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ എല്ലാ വിഡ്ജറ്റും നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കൊടുത്തു. പിന്നെ അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് കോപ്പി ചെയ്യാം. ഫോണ്ട് സൈസ് 48 പിക്സലാണ് വരുന്നത്. ഫോണ്ട് വെയിറ്റ് മീഡിയമാണ് വരുന്നത്. പിക്സൽ ഫോണ്ട് വെയിറ്റ് മീഡിയം വരുന്നത്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ടൈറ്റിലിൻ്റെ സ്റ്റൈൽ കൊടുക്കാം. ടൈറ്റിലിൻ്റെ കളർ കൊടുത്തു. പിന്നെ ഫോണ്ട് സൈസ് 20 പിക്സലാണ് വരുന്നത്. പിന്നെ ഫോണ്ട് സ്റ്റൈല് ഈ ഒരു നമ്പറിൻ്റെ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. പ്ലസ് ടൈപ്പ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ അത് ആ കോളത്തിന് കൊടുക്കാം. നമുക്ക് ആ ഒരു ബോർഡർ ഈ ഒരു കോളത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്റ്റൈല് കിട്ടും. ഈ ഒരു സ്ട്രോക്കിൻ്റെ കളർ ഇതാണ് വരുന്നത്. ഒരു കോളം ക്ലിക്ക് ചെയ്യാം, പിന്നെ അതിൻ്റെ സ്റ്റൈലിൽ പോവാം, ബോർഡർ പോവാം, സോളിഡ് ബോർഡർ പിടിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. ബോർഡർ റേഡിയസ് ഇവിടെ നോക്കാം, 20 പിക്സലാണ് ബോർഡർ റേഡിയസ് വരുന്നത്. പിന്നെ കളറും കൊടുക്കാം. പിന്നെ കുറച്ച് പാഡിങ് വരുന്നുണ്ട് കേട്ടോ. ഈ കോളത്തിൻ്റെ ചുറ്റിലും ഏകദേശം ഒരു 32 പിക്സലാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്കൊരു 20 പിക്സൽ മതിയാവും. ഓക്കെ, അപ്പോൾ അതിനൊരു 20 പിക്സൽ, കുറച്ചും കൂടെ വേണം, ഒരു 30 പിക്സൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു കോളം ഡിസൈൻ ചെയ്തല്ലോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ഈ കോളത്തിനൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും നമ്മളിനി ചെയ്യേണ്ട ആവശ്യമില്ല. കോപ്പി കൊടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കാം. കണ്ടോ, അപ്പോൾ ആ കോളത്തിൻ്റെ സ്റ്റൈൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനുണ്ട്. ഈ കോളം തന്നെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. 2 എണ്ണം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഈ കോളംസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിലത്തെ കണ്ടന്റ് കൊടുക്കുക. 860 പ്ലസ് പ്രോജക്ട്സ് ഡൺ. 860 ഇവിടെ കെ ഇല്ല. പിന്നെ പ്രോജക്ട്സ് ഡൺ 99 പ്ലസ്. ഇതൊന്നും കണ്ടന്റ് ജസ്റ്റ് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഈ ഐക്കൺസ് മാത്രം മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൗണ്ടർ നമ്പർ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ നമുക്കിപ്പോൾ അവിടെ വെക്കാം കേട്ടോ. അത് നമുക്ക് ഡൈനാമിക് ആയിട്ടാണ്, അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു സെക്ഷനാണ്. ഇത് നമ്മൾ അബൌട്ട് അസ് ചെയ്ത പോലെ സിമ്പിളാണ്. ആദ്യം ഒരു ഹാഫ് കോൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇത് അബൌട്ട് അസിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ ആ സെക്ഷൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അബൌട്ട് അസിലുള്ള ആ സെക്ഷൻ ഉണ്ടല്ലോ, അതന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇമേജും പിന്നെ ഇത് രണ്ടും സെയിം ആണല്ലോ. ഈ ഒരു ലിസ്റ്റ് മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ അബൌട്ട് അസിൻ്റെ മെയിൻ സെക്ഷന് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് താഴോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ടോപ്പിലൊരു നമ്മളെ സെക്ഷൻ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു 100 പിക്സൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇമേജ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ട്രക്ചറിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് ഈ കണ്ടൻറ്റിൻ്റെ കോളം വരുന്നത്, ഇതാണ് ഇമേജിൻ്റെ കോളം, ഇത് മെയിൻ റോ. അപ്പോൾ ഇത് ഒന്ന് ഇതിൻ്റെ മുകൾക്ക് Ctrl+Z അടിച്ചാൽ മതി കേട്ടോ. നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ പോലെ ആവാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇമേജ് ഈ സൈഡിലായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഇമേജ് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. PNG ആക്കിയിട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതെടുത്തപ്പോൾ ഞാൻ ഈ ഒരു ബോർഡർ റേഡിയസ് ആ കർവിലുള്ള ഇമേജ് എല്ലാം തോന്നുന്നത്. അപ്പോൾ കർവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏരിയയിൽ പോയിട്ട് ബോർഡർ റേഡിയസ് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഈ അബൌട്ടസ് കണ്ടൻറ്റ് മാറ്റിയിട്ട് വൈറ്റ് ചൂസസ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ആ ഒരു ടൈറ്റിൽ സെയിം തന്നെയാണ് തോന്നുന്നത്.
ടൈറ്റിൽ സെയിം തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു പാരഗ്രാഫും ബട്ടണും ഇവിടെ ആവശ്യമില്ല. അതിൻ്റെ പകരം ഇവിടെ ഒരു ഐക്കൺ ലിസ്റ്റാണ് വരുന്നത്. ഐക്കൺ ലിസ്റ്റ് നമ്മൾ ഫൂട്ടറിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഈ ഒരു ഐക്കണ് നമുക്ക് ഐക്കൺ ലിസ്റ്റിൽ കൊടുക്കുമ്പോൾ എന്തായാലും SVG വേണ്ടി വരും കേട്ടോ. SVG നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് SVG ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം ഈ ഒരു ഐക്കണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു 2 എലമെൻറ്റ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ഐക്കൺ ലിസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ അപ്ലോഡ് SVG കൊടുക്കുക. നമ്മൾ കസ്റ്റമായിട്ടൊരു SVG അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് എനേബിൾ കൊടുക്കുക, സെലക്ട് ഫയൽ കൊടുത്തിട്ട് ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം. കണ്ടോ, അത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കണം, അതിൻ്റെ സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കണ്ടൻറ്റ് ഫുൾ ആഡ് ചെയ്യാം കേട്ടോ. എക്സ്പെർട്ടൈസ്, പിന്നെ ടൈം ലൈൻസ്, ഇത് ഡിസൈനിലും ഡമ്മിയാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ഡമ്മി തന്നെ കൊടുക്കാം. ഓക്കെ, പിന്നെ അത് സ്റ്റൈൽ ചെയ്യാൻ ഇതിൻ്റെ ടെക്സ്റ്റ് കളർ കൂടെ കൊടുക്കുക. പിന്നെ ഫോണ്ട് സ്റ്റൈൽ നമ്മൾ സെയിം ഫോണ്ടാണ്. ഫോണ്ട് സ്റ്റൈൽ കൊടുക്കുക. ഫോണ്ട് സൈസ് വരുന്നത് 28 പിക്സലാണ്. നമുക്കൊരു 24 മതിയാവും. കണ്ടോ, 24 കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം സൈസ് ഉണ്ട്. പിന്നെ ഐക്കണും ഏകദേശം ഒരു 24 വേണ്ടി വരും. കണ്ടോ, പിന്നെ ഫോണ്ട് വെയിറ്റ് ഒന്നും കൂടെ ബോൾഡാണ് തോന്നുന്നു, സെമി ബോൾഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സെമി ബോൾഡ് കൊടുക്കുക. പിന്നെ സ്പേസ് ബിറ്റ്വീൻ ഒരു 10 പിക്സൽ, കുറച്ചും കൂടെ വേണം, ഒരു 15 പിക്സൽ കൊടുക്കും. പിന്നെ ഇത് തമ്മിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മാർജിൻ ടോപ്പ് ഒരു 20 പിക്സൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം വിഷ്വലി കറക്റ്റായല്ലോ. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ കുറച്ച് ഗ്യാപ്പ് വേണം തോന്നുന്നു ഈ കോളം തമ്മിൽ. അപ്പോൾ ഈ ലേഔട്ടിൽ പോയിട്ട് കോളം ഞാനൊരു 30 പിക്സൽ കൊടുക്കും. 30 വേണ്ട, ഒരു 20 പിക്സൽ മതി തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഒരു സെക്ഷനും കൂടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഹീറോ സെക്ഷൻ ചെയ്ത് സെയിം മെത്തേഡിൽ കണ്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഹീറോ സെക്ഷൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ പാരഗ്രാഫ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. കണ്ടോ, ഏകദേശം ഹീറോ സെക്ഷൻ്റെ സെയിം മെത്തേഡാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, എന്നിട്ട് ഇത് താഴോട്ട് ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 400 പിക്സൽ മതിയാവും. പിന്നെ ഈ ഒരു ഇവിടെ നമുക്ക് ടൈറ്റിലും ബട്ടണും മാത്രം മതിയല്ലോ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് കുറച്ചും കൂടെ ഉണ്ട്, അപ്പോൾ അതൊന്ന് കൂട്ടി കൊടുക്കുക. ഒരു 50% ഉള്ളതൊരു 70% കൊടുക്കാം. ഇതൊരു 30% കൊടുക്കാം. പിന്നെ ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഈ ഒരു ഇമേജിൻ്റെ ലെയർ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് കൊടുക്കുക. PNG JPG എന്താണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്ത കണ്ടെയ്നർ സെലക്ട് ചെയ്യാം. പിന്നെ സ്റ്റൈലിൽ ആ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്.
കണ്ടോ, ഏകദേശം നമുക്ക് ആ ഹീറോ സെക്ഷൻ തന്നെ ഈ ഒരു സെക്ഷൻ കിട്ടി. ഒരുവിധം വേർഡ്പ്രസ്സിൽ നമ്മൾ ഒരു സെക്ഷൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ 64 ഇതിൽ 50 കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 40 പിക്സൽ മതിയാവും. കണ്ടോ, ഇത് 3 ലൈന് വരുന്നുണ്ട് തോന്നില്ല. അപ്പോൾ ഈ കോളം ഒന്നും കൂടെ കുറച്ച് കൊടുക്കാം. ഒരു 50 അല്ലെങ്കിൽ 60 പിക്സൽ മതിയാവും. നമുക്കിപ്പോൾ 50% കൊടുക്കാം. അപ്പോൾ വിഷ്വലി ഒരു 3 ലൈനായി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ കണ്ടോ ഐറ്റംസ് താഴെ ആയിട്ടാണ്, ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അലൈൻ ഐറ്റം എൻഡായിട്ട് കൊടുക്കണം. കേട്ടോ, ഇത് അലൈൻ ഐറ്റം സെൻറ്ററാണ്. അപ്പോൾ നമുക്ക് അലൈൻ ഐറ്റം എൻഡായിട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം താഴെ. അപ്പോൾ പാഡിങ് ബോട്ടം ഒരു 50 പിക്സൽ കൊടുത്താൽ മതി. 50 അല്ലെങ്കിൽ 40. ഓക്കെ, ഇപ്പോൾ വിഷ്വലി കറക്റ്റ് ആയിട്ടുണ്ടല്ലോ, ഡിസൈനിലുള്ള പോലെ ആയിട്ടുണ്ട്. ഇതൊന്ന് പബ്ലിഷ് കൊടുത്തിട്ട് നമുക്ക് പേജ് എടുത്താൽ ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എബൌട്ട് കൗണ്ടർ നമ്പർ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ചൂസസ് ചെയ്തു, പിന്നെ ഒരു CTA സെക്ഷനും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള സെക്ഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോണത് ഡൈനാമിക് ആയിട്ട് പോസ്റ്റ് ടൈപ്പ് വെച്ചിട്ട് ഈ ഒരു സർവീസസും പിന്നെ ടെസ്റ്റിമോണിയൽസ് പിന്നെ അത് രണ്ടും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. പിന്നെ ഒരു കോണ്ടാക്റ്റ് സെക്ഷനും നമ്മൾ ചെയ്യും. പിന്നെ ടോട്ടലി ഈ ഒരു പേജ് റെസ്പോൺസീവും ചെയ്താൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ആവും. ഓക്കെ.